ഒരു നഗരസഭയ്ക്ക് കാഴ്ചവെക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും അർത്ഥവത്തായ, ഏറ്റവും മനോഹരമായ, ഏറ്റവും നിലനിൽക്കുന്ന, ശാശ്വതികം എന്ന് തന്നെ പറയാവുന്ന, കാരണം ഇതിനൊക്കെ എന്തെങ്കിലും കാലങ്ങളെ കൊണ്ട് ക്ഷീണം കെട്ടിടത്തിനോ മറ്റോ സംഭവിച്ചാലും പിന്നീടത് നന്നാക്കി ഈ ആശുപത്രി എന്ന ആശയം ഒരുപാട് കാലം മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കാനുള്ള വിവരവും വിവേകവും നമുക്കുണ്ട്. അതുകൊണ്ട് ശാശ്വതികം എന്ന് തന്നെ പറയാവുന്ന ഒരു സമ്മാനമാണ് നഗരസഭയും അതിൻ്റെ ചെയർമാനും ഇന്ന് നാട്ടുകാർക്കായിട്ട് സമർപ്പിച്ചിട്ടുള്ളത് എന്നത് വളരെ അഭിമാനത്തോടു കൂടി, ആഘോഷത്തോടു കൂടി, ആഘോഷം തന്നെയാണ് ഇന്ന് നമ്മളിവിടെ കണ്ടത്. ഇന്നത്തെ സന്ധ്യ വളരെ രസകരമായിട്ടുള്ള സന്ധ്യയാണ്. വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ ആഘോഷത്തോടു കൂടിയാണ് നാട്ടുകാർ ഘോഷയാത്രയായി താളവാദ്യങ്ങളുടെ, കലാപ്രകടനങ്ങളുടെ അകമ്പടിയോടുകൂടി ഇങ്ങോട്ട് കടന്നു വന്നത് എന്ന് നമ്മളൊക്കെ കണ്ടതാണ്. നമ്മളൊക്കെ അതിൽ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് വളരെ സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. ഞാൻ ഈ കെട്ടിടം എന്നതിനെ വിളിക്കുന്നില്ല, ഞാൻ ഈ മന്ദിരത്തെ സാഗൂതം നോക്കി നിൽക്കുകയാണ്. ഒരുപാട് ആശുപത്രി കെട്ടിടങ്ങൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ചില ആശുപത്രി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ പിന്നെ പിറകിൽ ആബിദ് ഹുസൈൻ തങ്ങളാണെങ്കിലും അഷ്റഫാണെങ്കിലും വേദിയിലുള്ള മറ്റ് ജനപ്രതിനിധികൾ മാത്രമല്ല, അല്ലാത്തവരും ഇവിടെ പലരുമുണ്ട്. പൊതുജനങ്ങൾക്ക് വേണ്ടി പല രംഗത്ത് സേവനമർപ്പിക്കുന്നവർ ഇവിടെയുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത് വളാഞ്ചേരിക്കാർ തന്നെ പലരും ഈ വേദിയിലുണ്ട്. ഞാൻ പേര് പറയാതെ നിങ്ങൾക്കറിയാം. അവരൊക്കെ ഓരോ രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ പിറകിൽ പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ ഒരു സർക്കാരിൻ്റെ ആശുപത്രി കെട്ടിടം, പ്രൈവറ്റല്ല, അതിനതിൻ്റേതായ പരിമിതികൾ എപ്പോഴും ഉണ്ട് എന്ന് നമുക്കറിയാം. അതും തന്നെ ഇതൊരു ജില്ലാ ആശുപത്രിയല്ല, സംസ്ഥാന തലത്തിലുള്ള ആശുപത്രിയൊന്നുമല്ല, ഒരു നഗരസഭയുടെ ആതുരാലയമാണ്, കുടുംബാരോഗ്യ കേന്ദ്രമാണ്. നഗര കുടുംബാരോഗ്യ കേന്ദ്രം എന്നൊരു പുതുമയുള്ള പേരും ഇതിനുണ്ട്. അർബൻ ചെയർമാൻ പ്രിയപ്പെട്ട അഷ്റഫ് അതേക്കുറിച്ചൊക്കെ ഇവിടെ അല്പം വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ഒരു മനോഹരമായ മന്ദിരം, അതിനെ സ്നേഹമന്ദിരം എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ആരോഗ്യം, മനുഷ്യരോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ആരോഗ്യ പ്രവർത്തനങ്ങൾ. ആരോഗ്യ ശുശ്രൂഷയേക്കാൾ കവിഞ്ഞ ഒരു മനുഷ്യ സ്നേഹം മറ്റൊന്നുമില്ല. ഒരാളെ നിങ്ങൾക്ക് സ്നേഹം കാണിക്കണമെങ്കിൽ അയാൾ രോഗിയായിരിക്കുമ്പോൾ കാണിക്കുക. ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോയിട്ട് ആശ്വസിപ്പിക്കുകയെങ്കിലും ചെയ്യുക. അതിനേക്കാളും കവിഞ്ഞ ഒരു സ്നേഹവും ഒരു സഹായവും ഒരു 4 ദിവസം കിടക്കപ്പായി കിടന്ന ആളോട് ചോദിക്കുക എന്താണ് ജീവിതമെന്ന്. ഒരു 4 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന ഒരാളോട് ചോദിച്ചാൽ അദ്ദേഹം കൂടുതൽ ഒരു പക്ഷേ സംസാരിച്ചൊന്നും വരില്ല, അദ്ദേഹം വികാരഭരിതനായി എന്ന് വരും. വെന്റിലേറ്ററിലും ICUയിലൊക്കെ കിടന്ന് തിരിച്ചു വന്നവർ നമുക്കിടയിൽ ധാരാളമുണ്ട്. അവരോട് ചോദിക്കുക ജീവിതത്തിൻ്റെ വേദാന്തം എന്താണെന്ന്. ജീവിതത്തിൻ്റെ വേദാന്തവും വേദവും അറിയാൻ നിങ്ങൾ ഈ ആർത്ത അട്ടഹാസങ്ങളിലേക്ക് നോക്കരുത്. നിങ്ങൾ കല്യാണപ്പന്തലിലെ ആഘോഷങ്ങളിലേക്ക് പോകരുത്. നിങ്ങൾ തിമർത്താടുന്ന ആളുകളെ കാണരുത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ പുതിയ ദേഹനൃത്തങ്ങളിൽ വശംവദരാകരുത്. നിങ്ങൾ കഷ്ടപ്പെടുന്നവരെ, വേദനിക്കുന്നവരെ, ആശുപത്രിയിൽ കിടന്നവരെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കാണണം. ഈ പൊതുജീവിതത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്, അങ്ങനെയുള്ള എത്രയോ ആളുകളുമായിട്ട് ഇടപഴകി ജീവിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പോയ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പോയിട്ടൊരു കുട്ടി കോട്ടക്കൽ ആശുപത്രിയിൽ ആക്സിഡൻറ്റിൽ വളരെ ഗുരുതരമായ അവസ്ഥയിൽ കിടക്കുകയാണ്. കാണാൻ പോയപ്പോൾ ആ കുട്ടിയുടെ പിതാവ് പോലീസുകാരനാണ്, ബൈക്ക് പോയതാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, മാതാവ് കരഞ്ഞു. ICUയിലേക്ക് പോയി, ഡോക്ടർമാർ അനുവദിച്ചുകൊണ്ട് പോയതാണ്. ഞാൻ പോകണമെന്ന് പലവട്ടം ചോദിച്ചു. ഞാനങ്ങനെ പോകാറില്ല, അവിടെ കിടക്കുന്ന മറ്റ് രോഗികൾക്കൊക്കെ അത് ബുദ്ധിമുട്ടാകരുത്. പക്ഷെ അവർ പറഞ്ഞു നല്ലതാണ്, ആ പിതാവും പറഞ്ഞു നല്ലതാണ്. അപ്പോൾ എനിക്കും തോന്നി നല്ലതാണ്. കാരണം ഞാനൊരു പക്ഷേ ആ കുട്ടിയുടെ അടുത്ത് എത്തുമ്പോൾ ആ കുട്ടിക്കും ആശ്വാസം, ഓർമ്മയുണ്ടെങ്കിൽ, കോൺഷ്യസ് ആണെങ്കിൽ തോന്നിയേക്കാം പിതാവിന് എന്തായാലും നിർബന്ധമുണ്ട് ഞാനവിടെ പോകണം, അത് അദ്ദേഹത്തെയും ആശ്വസിപ്പിച്ചേക്കാം. ഞാനകത്ത് പോയി നാവ് കടിച്ച് കിടക്കുന്ന കുട്ടിയെ കണ്ടു. ഉടനെ ഞാൻ ഓർത്തു
ഞാൻ പുറത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ വണ്ടി ഓടിക്കുന്ന കുട്ടികളോട് പറഞ്ഞു, നിങ്ങളൊക്കെ അവിടെ കൊണ്ടുപോകണം, വണ്ടി ഓടിക്കുന്ന എല്ലാവരും അവിടെ കൊണ്ടുപോകണം, ആ കുട്ടി കിടക്കുന്ന കാഴ്ച നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി എന്ന് തിരിച്ചു വന്ന ഉടനെ തന്നെ ഞാൻ എൻ്റെ വണ്ടി ഓടിക്കുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിങ്ങൾ എത്ര കോഷ്യസ് ആവണം. ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ ഈ നാട്ടിൽ ആശുപത്രിയിൽ മരിക്കുന്നവർ, മോർച്ചറിയിൽ കിടക്കുന്ന മൃതദേഹങ്ങൾ, ചാക്കിൽ പൊതിഞ്ഞു കിടക്കുന്ന മൃതദേഹങ്ങൾ? ഒരു വിലയില്ലാത്ത സംഗതിയാണ് ഈ നാട്ടിൽ റോട്ടിൽ മരിക്കുക എന്നുള്ളത്. ആരും ഒരു വിലയും കൽപ്പിക്കില്ല. കഴിഞ്ഞ ദിവസം ഞാൻ തലക്കെടുത്തൊരു മരണ വീട്ടിൽ പോയി. 2 കുട്ടികൾ ആക്സിഡൻറ്റിൽ മരിച്ചതാണ്. ഒരു കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ചെല്ലുമ്പോൾ അങ്ങനെ അതിനിടയിൽ പറഞ്ഞു, കുട്ടിയുടെ വാപ്പ പറഞ്ഞു, ആ ഡ്രൈവറും മരിച്ചു. അത് 2 ആൾ മരിച്ചു, ബാക്കിയുണ്ടായിരുന്ന ഡ്രൈവറാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഡ്രൈവറുടെ മരണത്തിന് ഇനി ഒരു വിലയും കിട്ടില്ല. ഈ കുട്ടികൾ 2 ആൾ മരിച്ചത് പത്രത്തിലൊക്കെ 1-ാമത്തെ പേജിലുണ്ടായിരുന്നു. ആക്സിഡൻറ്റിൽ 2 കുട്ടികൾ മരിച്ചു. ഡ്രൈവർ പിന്നെ ബാക്കിയായി പിറ്റേന്ന് മരിക്കുകയാണ്. അതിന് ഒരു വരി വാർത്ത പോലും വരില്ല. അപ്പോഴേക്ക് ആളുകളത് മറന്നു, അത് തള്ളിക്കളഞ്ഞു. ഇങ്ങനെ ദുരിതങ്ങളെ അവഗണിക്കുന്നൊരു കാലത്ത്, അപകടങ്ങളെ നിസ്സംഗമായി നോക്കി നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ കാലത്ത്, എന്താ അപകടം? അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത കാലത്ത് മക്കളെ കൊല്ലാൻ ഞാൻ കാര്യമായിട്ട് പ്രസംഗിക്കുന്നല്ല. വലിയൊരു സദസ്സുണ്ട് ഇവിടെ. ഇതിൻ്റെ എന്തെങ്കിലും ഒരു സന്ദേശം എൻ്റെ മനസ്സിൽ തോന്നിയത് പറയണമെന്നുള്ളതുകൊണ്ട് ഞാൻ അവസാനം പറയാമെന്നാണ് വിചാരിച്ചത്. തങ്ങളൊക്കെ സംസാരിച്ചിട്ട് അതേ മടിച്ചതുകൊണ്ടാണ്. മക്കളെ കൊല്ലാൻ, മാതാക്കളെ കൊല്ലാൻ മക്കൾ കത്തി മൂർച്ച കൂട്ടുന്ന കാലത്ത്, കത്തിങ്ങനെ, ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ സലീം കുമാർ നടൻ, അദ്ദേഹത്തോടൊപ്പം ഒരു പരിപാടി പങ്കെടുക്കാൻ ഖത്തറിൽ പോയി. ഞങ്ങളൊരു സദസ്സിലിരുന്നിട്ടൊരു സംഭാഷണമായിരുന്നു ആ ചടങ്ങ്. വേദിയിൽ 2 കസേരട്ടിരിക്കുക, സമൂഹത്തിൽ വിവിധ പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുക. സലീം കുമാർ നല്ല നടൻ മാത്രമല്ല, അദ്ദേഹം സാമൂഹിക ബോധമുള്ളൊരു കലാകാരനാണ്. അങ്ങനെയുള്ളവർ വളരെ കുറയും. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും അഭിപ്രായമുള്ള ഒരു കലാകാരനാണ്. അപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്കൊക്കെ പല കാര്യങ്ങളും അദ്ദേഹം പ്രതികരിക്കാറുണ്ട്. അപ്പോൾ ഞാനവിടെ എത്തിയപ്പോഴാണ് ഈ വാർത്ത കേട്ടത്. ഒരു വാർത്ത, ഒരു മകൻ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പറഞ്ഞയച്ചവൻ, എന്തുകൊണ്ടാണിത് സ്നേഹമന്ദിരമാകുന്നത്? മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു മന്ദിരമാണിത്. ജീവൻ മനുഷ്യന്മാർ തന്നെ തകർക്കുന്നത് ഓർക്കണ്ടേ? അപ്പം അതിൻ്റെ ഇടയിൽ എന്നൊരു ഡോക്ടർ പറഞ്ഞു ഒരിക്കൽ, ഞങ്ങളുടെ മുമ്പിൽ ആക്സിഡൻറ്റ് പറ്റിയവരൊക്കെ കൊണ്ടുവന്നിട്ട് തുന്നിക്കെട്ടി എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്താൻ വേണ്ടി പാടുപെടുമ്പോൾ വളരെ വിഷമം തോന്നുന്നൊരു കാര്യം ഉണ്ടാകാറുണ്ട്. മനുഷ്യൻ തന്നെ കൊല്ലാൻ അപകടപ്പെടുത്തിയിട്ട് അതേ മാതിരി കൊണ്ട് കിടത്തുന്ന ആളുകൾ, അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ തുന്നിക്കൂട്ടുമ്പോൾ മനുഷ്യൻ തന്നെ കുത്തിയിട്ടും പരിക്കേൽപ്പിച്ചിട്ടും ജീവൻ തകർക്കാൻ വേണ്ടി ശ്രമിച്ചവരുടെ ദേഹങ്ങൾ കൊണ്ടുവന്ന് കിടത്തുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിക്കണം. അവർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പാടുപെടുകയാണ്, രോഗത്തിലും മറ്റും പെട്ടവർ. അപ്പോൾ മനുഷ്യൻ തന്നെ തകർക്കുന്നവരുടെ ദേഹവും കൊണ്ട് കിടത്തുകയാണ്. ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്. മറ്റൊരു ഡോക്ടർ എന്നോട് പറഞ്ഞു, ഓരോ ശസ്ത്രക്രിയക്ക് പോകുമ്പോഴും ഞാൻ എൻ്റെ മാതാവിനെ വിളിക്കാറുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ, നിങ്ങളും ശ്രദ്ധിക്കുന്നവരായിരിക്കും. ഇതൊക്കെ നേരെ നമ്മുടെ അകത്ത് കൊണ്ടുപോയിക്കൊള്ളും. ഓരോ സർജറിക്ക് മുമ്പിലും ഞാൻ എൻ്റെ മാതാവിനെ ഫോൺ ചെയ്യും, ഞാൻ ചെയ്യാൻ പോവാണ്. ഇതൊരു നിഷ്ഠയാണ്, ഇതൊരു പ്രാർത്ഥനയാണ്, ഇതൊരു സാധനയാണ്, ഇതൊരു ധ്യാനമാണ്. മനുഷ്യ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ധ്യാനമാണ്. അങ്ങനെയുള്ള സംഗതികളൊക്കെ ലോകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണിന്ന്. അപ്പോഴാണ് ഞാൻ ഈ വാർത്ത കേൾക്കുന്നത്. ഒരു മകൻ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പറഞ്ഞയച്ചവൻ നാട്ടിൽ വന്നു, ഒരു കത്തി വാങ്ങി, മൂർച്ചണ്ടോ എന്ന് പരിശോധിച്ചു, മാതാവിനെ കൊന്നു. അപ്പോൾ ഞാൻ സലീം കുമാറിനോട് പറഞ്ഞു, വലിയ വിഷമം തോന്നി. കുറേ നേരം മിണ്ടാതിരുന്നു, ഞങ്ങൾ 2 ആളും മിണ്ടാതിരുന്നു. പാരുഷ്യങ്ങളോടുള്ള ഏറ്റവും വലിയ പ്രതിഷേധം മൗനമാണ് ചിലപ്പോഴൊക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിസ്സംഗമായ മൗനമല്ല, സക്രിയമായ മൗനം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അടുത്ത വാർത്ത വന്നു. ഈ കുറ്റം ചെയ്ത പ്രതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നു, ഗർഭം ചുമന്നതിനും പ്രസവിച്ചതിനുമുള്ള പ്രതിഫലം ആ സ്ത്രീക്ക് ഞാൻ നൽകിയിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ, ആ കൊലപാതകം കേട്ടപ്പോഴുണ്ടായതിനേക്കാൾ വലിയ ഞെട്ടൽ, വേദന. ഞാൻ അമ്മ പ്രസംഗം ചെയ്ത മലയാളിയാണ്. എൻ്റെ അമ്മ പ്രസംഗമാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ കേട്ട പ്രഭാഷണം എന്നാണ് പലരും പറയാറുള്ളത്. അതിന് അമ്മ പ്രസംഗം എന്ന് പേരിട്ടതും മലയാളികളാണ്. വേദന, മാതൃത്വത്തിൻ്റെ വേദന.
ഇങ്ങനെയൊക്കെയുള്ളൊരു കാലമാണ്. സ്നേഹം, പരിരക്ഷ, ശുശ്രൂഷ. എൻ്റെ ഉമ്മ ഒരു ആശുപത്രി കിടന്നിട്ടാണ് മരിച്ചത്. അത് ചെറിയ പെരുന്നാളിൻ്റെ ദിവസമാണ്. മരുന്ന് വാങ്ങാൻ ഞാൻ പോയി തിരിച്ചു വരുമ്പോൾ ഉമ്മ മരിച്ചുകൊണ്ടിരിക്കുകയാണ് തിരൂരിൽ ആലിക്കുട്ടി ഡോക്ടറുടെ ആശുപത്രിയിൽ. അപ്പോൾ എവിടെ ഒരു ആശുപത്രി മന്ദിരം കാണുന്നുവോ അതിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മാത്രമേ ഒരു മനുഷ്യസ്നേഹിയായ മനുഷ്യന് അതിൻ്റെ മുമ്പിലൂടെ കടന്നു പോകാൻ സാധ്യമാവുകയുള്ളൂ. ഇന്ന് വല്ലാത്തൊരു കാലമാണ്. രോഗങ്ങളും പെരുകി വരികയാണ്. ഇതുവരെ ഇല്ലാത്ത രോഗങ്ങളാണ്. പലയിടത്തും ഡയാലിസിസാണ്. ഡയാലിസിസ് ചെയ്യേണ്ടി വരികയാണ്. ഈ ഡയാലിസിസ് ഒരാൾക്ക് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഒരാൾ മരിക്കണം. സുഖപ്പെടുക എന്നുള്ള സംഗതി ഇല്ല. ഡയാലിസിസ് ഉണ്ടെങ്കിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കണം മരിക്കുന്നവരെ. ഇപ്പോൾ പുതിയ ഒരാൾക്ക് ചാൻസ് കിട്ടണമെങ്കിൽ ഞാനൊക്കെ ചിലപ്പോൾ ഡയാലിസിസിന് വേണ്ടി എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്താൻ ബന്ധപ്പെട്ടവരെ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൊണ്ടോട്ടിയിൽ വിളിക്കും ജബ്ബാറാജിയെ. അവിടെ ഒരു ഡയാലിസിസ് നല്ലൊരു കേന്ദ്രമുണ്ട്, നന്നായി നടക്കുന്നുണ്ട്. കോട്ടക്കലുണ്ട്, പക്ഷേ ഒരു കിടക്ക ഒഴിഞ്ഞിട്ടില്ല. അപ്പം അവർ പറയും ഒക്കെ ഫുള്ളാണ്. ഒരാൾ മരിക്കണം. ഒരാൾ മരിക്കാൻ കാത്തു നിന്നാലേ പുതിയ ഒരാൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള ചാൻസ് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം. കൂടുതൽ ഡയാലിസിസ് കേന്ദ്രങ്ങൾ ഉണ്ടാവണം. അതുകൊണ്ട് ഞാൻ ഈ പുതിയ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ നടത്തുന്ന വിദ്യാഭ്യാസത്തിനൊക്കെ സഹായം കൊടുക്കുന്നവരോട് ഞാൻ പറയും, അതുകൊണ്ടൊന്നും കാര്യമില്ല. അതൊന്നുമല്ല ഇവിടുത്തെ വലിയ ആവശ്യം. ഞാനൊരു 30 കൊല്ലം മുമ്പ് പറഞ്ഞ ആളുകളെ പോലെ ഞാൻ പറയരുത്. എനിക്ക് 40 കൊല്ലം മുമ്പ് 50 കൊല്ലം മുമ്പ് പഠിക്കാൻ വേണ്ടി സഹായിച്ചവരുണ്ടാവും. അന്ന് പഠിപ്പില്ലായ്മയായിരുന്നു പ്രശ്നം. ഇന്ന് പഠിപ്പുള്ളവരുടെ മനുഷ്യത്വമില്ലായ്മയാണ് നാടനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. പഠിപ്പുണ്ട്, മനുഷ്യത്വമില്ല. വിദ്യാഭ്യാസമുണ്ട്, വിവരമില്ല, വിവേകമില്ല. ഡിഗ്രികളുണ്ട്, അകത്ത് കാരുണ്യത്തിൻ്റെ ഒരു തുള്ളിയില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അവിടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾ, ഡയാലിസിസ് കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കണം. നല്ല ആശുപത്രികൾ ഉണ്ടാവണം. അതിനിടയിലാണ് വളാഞ്ചേരി നഗരസഭ എങ്ങനെ ഇത് സാധിച്ചു? ഞാൻ അഷ്റഫിനോട് ചോദിച്ചു, എത്ര രൂപ ഫണ്ട് വകയിരുത്തി, എവിടെ നിന്നൊക്കെ കിട്ടി? കാരണം വളരെ മനോഹരമായിട്ടാണ്. സർക്കാർ ആശുപത്രിയല്ലേ എന്ന് വിചാരിച്ച് ചടങ്ങ് കഴിക്കും പോലെ ഉണ്ടാക്കിയ ആശുപത്രിയല്ല നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇതൊരു ഉപചാരമല്ല, ആചാരമല്ല, ഫലപ്രദമായിട്ടുള്ള ഒരു കർമ്മമാണ്. എവിടെയൊക്കെ അതില്ലാത്ത സ്ഥലങ്ങളുണ്ടോ? അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തിരൂരങ്ങാടി നഗരസഭയുടെ ഒരു ശ്മശാന ഉദ്ഘാടനം ചെയ്യാൻ പോയി. നല്ലൊരു കാര്യമാണ്. പക്ഷെ ആലോചിക്കുമ്പോൾ ശ്മശാനം ഉദ്ഘാടനം, ഇന്നസെൻ്റ് ഒരിക്കൽ ഒരു ശ്മശാന ഉദ്ഘാടനം ചെയ്യാൻ പോയി. അപ്പോൾ ഇന്നസെൻ്റ് എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അപ്പം മോർച്ചറിക്ക് ഇങ്ങനെ ആളുകളൊക്കെ അടുത്തി കൊണ്ടുപോകേണ്ട ഒരു സംഗതി ഉണ്ട്. അപ്പോൾ ഒരു രസികൻ വെറുതെ ആവശ്യമില്ലാത്ത തമാശ പറയുന്ന ചില ആളുകളുണ്ട്. ഒന്ന് കിടന്നിട്ട് ഉദ്ഘാടനം ചെയ്താൽ നല്ലതാണ് എന്ന് ഇന്നസെൻറ്റിനോട് പറഞ്ഞു. ഇതിലേ ഈ ശ്മശാനത്തിൽ ഇങ്ങനെ ദേഹം കിടത്തിയിട്ട് കത്തിക്കാൻ കൊണ്ടുപോകണ ഇലക്ട്രിക് ശ്മശാനത്തിൽ ഇന്നസെൻ്റ് പറഞ്ഞു, നീ തന്നെ അങ്ങ് കിടന്നാൽ പോരെ എന്ന് ചോദിച്ചു. എനിക്ക് ഓർമ്മ വന്നുപോയി. ശ്മശാനങ്ങളുണ്ടാവണം, ഇതൊക്കെ വേണം. എല്ലാം കൂടി ചേരുമ്പോഴാണ് നാട്ടിലെ മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടുന്നത്. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മുടെ നാട്ടിൽ ഇന്ന് ആശുപത്രികളുടെ എണ്ണം കൂടുന്നു, ഹോട്ടലുകളുടെ എണ്ണവും കൂടുന്നു. നിങ്ങളാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹോട്ടലൊക്കെ ഉണ്ടായിക്കോട്ടെ, നല്ല ഹോട്ടലുണ്ടാവണം, നല്ല ഹോട്ടലുണ്ടാവണം, നല്ല ഭക്ഷണം ഉണ്ടാവണം. ചില സ്ഥലത്തെല്ലുമ്പോൾ ഞാനും തന്നെ പറയാറുണ്ട്, ഇവിടെ നല്ലൊരു ഹോട്ടലില്ല. മനുഷ്യന്മാർക്ക് ഏത് ചുരുങ്ങിയ പൈസക്കും വലിയ പൈസക്കും ഭക്ഷണം കിട്ടാനുള്ള സൗകര്യമുള്ള ഹോട്ടൽ എല്ലാ അങ്ങാടിയിലും ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. ചെറിയ പൈസക്കുള്ളത് ഇത് കിട്ടണം, വലിയ പൈസക്കുള്ളവർക്ക് അങ്ങനെ കഴിക്കാനും കിട്ടണം. ചോറ്, കഞ്ഞി മുതൽ വലിയ ബിരിയാണി എന്താ വെച്ചാൽ ഓരോരുത്തർക്ക് അവരവരെ ഇഷ്ടം പോലെ ഉണ്ടാവട്ടെ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. എന്നെയൊക്കെ ദുഃഖിപ്പിക്കുന്നൊരു പുതിയ സംസ്കാരം വളർന്നു വരുന്നുണ്ട്. ഹോട്ടലിന് വേണ്ടി ജീവിക്കുക. ഒരു ഹോട്ടലിൽ പോയിട്ടൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കിലോമീറ്റർ യാത്ര ചെയ്ത് പോവുക. ആ ഒരു പ്രത്യേക ഭക്ഷണം ആ ഹോട്ടലിലുണ്ട്, അത് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്ത് പോവുക. എനിക്കിതൊന്നും മനസ്സിലാകാത്ത ഒരാളാണ് ഞാനൊരു പഴമയിൽ ജീവിക്കുന്ന ആളാണ്. എൻ്റെ ഭക്ഷണക്രമത്തിനൊരു മാറ്റം വന്നിട്ടില്ല. ഞാൻ മന്തി എന്ന സാധനം അടുത്ത കാലത്താണ് എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ രുചിച്ച് നോക്കിയത്.
എനിക്കതിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്നെ അതൊരിക്കലും വശീകരിച്ചിട്ടില്ല. എനിക്കെൻ്റെ ഉമ്മ വിളമ്പി തന്ന പഴയ ഭക്ഷണങ്ങളെക്കാൾ നല്ലതായിട്ട് ഞാനൊന്നും കാണുന്നില്ല. കഴിയുന്നിടത്തോളം അത് തന്നെ കിട്ടാണ്ടോ നോക്കും, അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് ഒപ്പിക്കും. അതുകൊണ്ട് ഭക്ഷണമൊക്കെ എല്ലാവരും അവരെ ഇഷ്ടം പോലെ കഴിക്കട്ടെ, അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ്. പക്ഷേ ഒരു ഹോട്ടലിന് വേണ്ടി ജീവിക്കുന്ന, അതുമാത്രമല്ല മനുഷ്യന്മാർ ഉറങ്ങാൻ പോണ നേരത്താണെന്ന് ഹോട്ടൽ തുറക്കുന്നത്. ചില ഹോട്ടൽ അതൊരു വല്ലാത്ത കിഴുക്കാൻ തൂക്കാണ്. 10 മണിക്ക് തുറക്കണേ, രാത്രി 11 മണിക്ക് തുറക്കുക. അപ്പോൾ തിന്നാൻ പോണത് എപ്പോഴാണ്? ഒരു 11:30-12. മനുഷ്യൻ്റെ ഉറക്കം. ഇവിടെയൊക്കെ ഡോക്ടർമാരുണ്ട്, DMO ഉണ്ട്. ഇതിൽ ഈ DMOയോടും ഡോക്ടറോടൊക്കെ നല്ല ഡോക്ടർ അവിടെ ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഡോക്ടറെ പേര് പറഞ്ഞപ്പോൾ ഭയങ്കര കയ്യടി അധികം അവിടുന്നായിരുന്നു. അവരവിടെ വർക്ക് ചെയ്യണോ എല്ലാവരും ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടറെ കൂടെ ആണല്ലേ? നന്നായി. സഹപ്രവർത്തകരുടെ അംഗീകാരവും വലിയ അംഗീകാരം തന്നെയാണ്, ആ കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഡോക്ടർമാർ ബോധവൽക്കരണം നടത്തണം. മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്, ഇന്നിവിടെ വേണ്ടത് അധികം ചികിത്സയല്ല, മനുഷ്യന്മാർക്ക് തടി അളകാനുള്ള പരിപാടികളാണ്. ഏറ്റവും നല്ല ചികിത്സ അതാണ്. എല്ലാവർക്കും തടി അളകാനുള്ള പരിപാടി കൊടുക്കണം. കഴിയുന്നിടത്തോളം എന്തെങ്കിലും കൈക്കോട്ട് കളിച്ചിട്ടെങ്കിൽ അങ്ങനെ, കൃഷി നടത്തിയിട്ടെങ്കിൽ അതങ്ങനെ, ഓടിയിട്ടെങ്കിൽ അങ്ങനെ, നടന്നിട്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എക്സസൈസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അതായിരിക്കും. അപ്പോൾ പലയിടത്തും ആ ഒരു സംസ്കാരം വളർന്നു വരുന്നുണ്ട്. ഏറ്റവും നല്ല ചികിത്സ അതാണ്. കാരണം മലയാളികളുടെ അധിക രോഗങ്ങളുടെയും പിറകിലുള്ളത് ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ജീവിതശൈലി തന്നെയാണ് പ്രധാനം. ജീവിതശൈലിയിൽ ശരീരം മാത്രം നോക്കിയാൽ പോരാ, മനസ്സും നോക്കണം. എല്ലാ രോഗങ്ങളുടെയും ഉറവിടം മനസ്സാണ്. 2030 വരുമ്പോൾ, ഇത് 25 കേട്ടോ, കേരളത്തിൽ ഹൃദ്രോഗികളേക്കാൾ കൂടുതൽ വിഷാദ രോഗികളുണ്ടാവുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. വിഷാദ രോഗികൾ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി, ഒരു പിതാവിനെ ആശ്വസിപ്പിക്കാൻ. മകൾ ആത്മഹത്യ ചെയ്താണ്. പിറ്റേന്ന് രാവിലെ കുട്ടികൾക്ക് കഴിക്കേണ്ട ഭക്ഷണം കൂടി ഉണ്ടാക്കി വെച്ചിട്ടാണ് ഒരു മാതാവ് രാത്രി പോയിട്ട് തൂങ്ങുന്നത്. അവർക്കൊരു പ്രത്യേക തകരാറൊന്നുമില്ല, വിഷാദരോഗമാണ്. നമ്മൾ അത്ഭുതപ്പെട്ടു. ഒരു നിമിഷം തോന്നുകയാണ്, അപ്പം തന്നെ അതങ്ങ് ചെയ്ത് കളയാണ്. വേറൊരു കാരണം ഉണ്ടാവില്ല. ആത്മഹത്യയുടെ കാരണം അന്വേഷിച്ച് പോയിട്ടൊരു കാര്യമില്ല. ഞാനൊരു പിതാവിനെ ആശ്വസിപ്പിക്കാൻ പോയി. കുട്ടി മാതാവിന് ഉമ്മ കൊടുത്തിട്ടാണ് സ്കൂളിൽ പോയത്. മടങ്ങുമ്പോൾ അവന് തൂങ്ങാനുള്ള കയറ് അവൻ കാശ് കൊടുത്ത് വാങ്ങി. എനിക്ക് ഇതുവരെ മനസ്സിലാകാത്തൊരു സംഗതി, അതാ കുട്ടിക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായിരുന്നാണ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എൻ്റെ ഒരു മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടും എൻ്റെ ഒരാലോചനയിലും അതിന് ഉത്തരമില്ല. ആത്മഹത്യ ചെയ്തതിന് എനിക്ക് അത്ഭുതമൊന്നുമില്ല, പലരും ചെയ്യുന്നുണ്ട്, ഒരു പഠനത്തിന് തോന്നാം. പക്ഷേ എനിക്ക് തൂങ്ങാനുള്ള കയറ് ഞാൻ അങ്ങാടിയിൽ നിന്ന് കാശ് കൊടുത്തിട്ട് പിന്നെയും കുറേ കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി തൂങ്ങുന്നത്. ഈ കയറും കൊണ്ടാണ് അവൻ വീട്ടിൽ വരുന്നത്. ആ പിതാവിനെ ആശ്വസിപ്പിക്കാൻ പോയ മനുഷ്യനാണ് ഞാൻ അവിടെ പോയി ഓരോന്ന് പറയുമ്പോൾ ആ പിതാവ് ആ വിഷയം മാറ്റാൻ ശ്രമിച്ചു. ഞാൻ വെറുതെ അങ്ങനെ ഓരോന്ന് പറയാൻ നോക്കി. അതല്ലാത്ത കാര്യങ്ങൾ സാരില്ല എന്നൊക്കെയുള്ള മട്ടിൽ പിതാവിനത് കേൾക്കുക വേണ്ട. അപ്പം ഞാൻ ആ വിഷയം തന്നെ മാറ്റി. ഇതാണെന്ന് ലോകം. ഒരു മൊബൈൽ മതി ഒരു കുട്ടിക്ക് തൂങ്ങാൻ. ഞാൻ മലപ്പുറത്തുനിന്ന് MP ആയോടെ ഒരു കുട്ടിയെ കാണാനില്ല. അതായി ഞാൻ SP വിളിച്ചു. അവനെ കൊണ്ടുപോയ ഒരാളുണ്ട്. ഷൊർണൂരിൽ CCTVയിൽ കണ്ടു. ഒരാളെ പിന്നാലെയാണ് അവൻ പോണത്. ആരാന്നറിഞ്ഞൂടാ. പോലീസ് വളരെ ശക്തമായി ഇടപെട്ട് പ്രവർത്തിച്ചു. അവനെ കിട്ടിയിട്ടും ഈ ദുരൂഹത ഇന്നും അവശേഷിക്കുന്നു. ഞാനിപ്പോഴും അതിൻ്റെ ചോദ്യക്കാരനാണ്. എനിക്ക് ആ കുടുംബത്തോട് വരെ ചോദിക്കണമെന്നുണ്ട്, ഇവൻ ആര് കൊണ്ടുപോയി? ആർക്കും ആൻസറില്ല. ഞാൻ പിന്നെ അതിലേക്ക് അധികം അന്വേഷിക്കാൻ പോയില്ല. ലെറ്റസ് ലീവ് ഇറ്റ്, അത് വിട്ടേക്കുക. അതൊക്കെ ഒരു പക്ഷേ നമുക്ക് സുഖകരമല്ലാത്ത. അപ്പോൾ മാതാപിതാക്കൾക്കൊന്നുമില്ലാത്തൊരു സ്വാധീനം മൊബൈലിലൂടെ കടന്നു വരുന്ന ഒരാൾക്കുണ്ടായേക്കും. കഴിഞ്ഞ ദിവസമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, നിൻ്റെ അമ്മ വിളിച്ചപ്പോൾ നിനക്ക് വല്ല വിഷമമുണ്ടായോ? കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോയൊരു പെണ്ണിനോട്
കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോയ മറ്റൊരു പെണ്ണ് ചോദിക്കുകയാണ്, അമ്മ വിളിച്ചപ്പോൾ നിനക്ക് വല്ല ഫീലിംഗ്? ആ തള്ള വിളിച്ചെന്തൊക്കെ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഒന്ന് കേൾക്കാൻ, സോഷ്യൽ മീഡിയയിൽ അതിനു വേണ്ടിയുള്ള ഷോ ഉണ്ട് ചാനലുകൾക്ക്. മനുഷ്യൻ്റെ അകത്തുള്ള വൃത്തികേടുകളെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അത് പുറത്തേക്കെടുക്കാൻ വേണ്ടി മാത്രമുള്ള ഷോകൾ നടക്കുന്നുണ്ടെന്ന് കേരളത്തിലെ ചാനലുകളിൽ. ഇങ്ങനെ നമ്മൾ പരമ്പരാഗതമായി ബഹുമാനിച്ചു പോന്ന സ്ഥാപനങ്ങളെ, മൂല്യങ്ങളെ ഒക്കെ അവമതിക്കുന്നൊരു കാലമാണ്. അപ്പം നല്ല മനസ്സിന് സമാധാനം കൊടുക്കണം, നല്ല സമാധാനം കൊടുക്കണം, നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ. അതിന് ബോധവൽക്കരണ ക്ലാസ് കൊടുക്കണം. ആരെയും വെറുക്കരുത്, തെറി പറയരുത്, അസഭ്യം പറയരുത്, സോഷ്യൽ മീഡിയയിലൂടെ മറ്റൊക്കെ നല്ലത് പറയാ, പുഞ്ചിരി തൂകുക, ആളുകളോട് നന്മ പറയുക. ഇതിനൊക്കെ നല്ലൊരു കേന്ദ്രമാണിത്. ഇവിടെ ചെയർമാനോട് എനിക്ക് പറയാനുള്ളത്, ആഴ്ചയിലൊരിക്കലെങ്കിലും മുനിസിപ്പൽ ചെയർമാനോട് ഇവിടെ ഒരാരോഗ്യ ബോധവൽക്കരണ ക്ലാസ്, ബഹുമാനപ്പെട്ട ഡോക്ടറോടാണ് ശരിക്ക് പറയേണ്ടത്, സാധിക്കുമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിനൊരു ബഹുമുഖ പദ്ധതി ആവിഷ്കരിക്കണം. അടുത്ത കാലത്ത് കളക്ടർ പറഞ്ഞ പോലെ, കളക്ടർ അടുത്ത കാലത്ത് പറഞ്ഞു കുറേ കാലം കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയിൽ ആരോഗ്യം അപകടപ്പെടുമോ എന്ന് ഞാൻ ആശങ്കപ്പെടും. ഞാൻ കളക്ടറോട് സംസാരിച്ചു, ഏറ്റവും നല്ലൊരു കളക്ടറാണ് ഈ ഒറ്റ കാരണം കൊണ്ട്. എവിടെ ഒരു സ്ഥലത്ത് എന്തോ ഒരു പ്രത്യേക കടി വിതരണം ചെയ്തപ്പോൾ വിതരണം ചെയ്യുന്ന ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഇത് നമ്മളെ കളക്ടർ വേണ്ടെന്ന് പറഞ്ഞാണ്. അപ്പോഴും ഞാൻ ആ കളക്ടറെ ഓർത്തു. ഇങ്ങനെ ജനജീവിതത്തിൻ്റെ വിവിധ വിഷയങ്ങളിൽ ഇടപെടുന്ന സംവിധാനങ്ങൾ ഉണ്ടാവണം, എന്നിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ പാതിരാത്രി തുറക്കുന്ന ഹോട്ടലുകൾ ആരോഗ്യമുള്ള സമൂഹത്തിൻ്റെ ലക്ഷണമല്ല, ആർത്തിയുള്ള സമൂഹത്തിൻ്റെ ലക്ഷണമാണ്. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, ഉറങ്ങുമ്പോഴാണ് ഈ തലച്ചോറ് ശുദ്ധീകരിക്കുന്നതെന്നാണ്. തലച്ചോറിൻ്റെ പ്യൂരിഫിക്കേഷൻ. തലച്ചോറിനെന്താ പ്യൂരിഫിക്കേഷൻ? തലച്ചോറിലെന്താ അഴുക്ക്? ഞാൻ പറയാം തലച്ചോറിലുള്ള അഴുക്ക് എന്താന്ന്. പകൽ മുഴുവൻ അതിലേക്ക് കടത്തിക്കൂട്ടിയ ചിന്തകൾ, ദൂഷ്യങ്ങൾ, അനാവശ്യ വിചാരങ്ങൾ, കാമക്രോധഞ്ച ലോഭഞ്ച ദേഹേ തിഷ്ഠതി തസ്കര ജ്ഞാനരത്നാപഹാരായ തസ്മാത് ജാഗ്രത. ഇതൊക്കെ ദൂഷ്യങ്ങളാണ്, തസ്കരന്മാരാണെന്നാണ് പറഞ്ഞത്, കള്ളന്മാർ. ജ്ഞാനരത്നാപഹാരായ, നിൻ്റെ അറിവാകുന്ന ജ്ഞാനമാകുന്ന രത്നത്തെ അപഹരിക്കാൻ, മോഷ്ടിക്കാൻ വരുന്ന തസ്കരന്മാരാണ് കാമക്രോധ ലോഭങ്ങൾ. ഇതൊക്കെ തലച്ചോറിൽ കയറ്റി വെച്ചത് പകലുണ്ടാവും വിരോധങ്ങൾ, അത് ഇത് ശത്രുതകൾ, മത്സര്യങ്ങൾ. ഉറങ്ങിക്കിടക്കുമ്പോൾ തലച്ചോറ് ഇങ്ങനെ പുറത്ത് കളയും, പുറത്തേക്ക്. ഇന്ന് ഞാൻ മാധവൻകുട്ടിവാരോട് ഇന്നലെ രാത്രി ചോദിച്ചു, നിങ്ങൾ എത്ര ഉറങ്ങും? ആര്യവൈദ്യശാലയുടെ മാനേജിങ് ട്രസ്റ്റി ഇന്നലെ ഞങ്ങളൊരു ചടങ്ങ് കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു 6-7 മണിക്കൂർ. 7 മണിക്കൂർ. ഇവരൊക്കെ കാലത്തുണരുന്നവരാണ്, നമ്മളൊക്കെ കാലത്തുണരുന്നവരാണ്. കാലത്തുണർന്ന ആ ഉഷസ് കാണാൻ ഭാഗ്യമില്ലാത്തവരാണെന്ന് മഹാഭൂരിപക്ഷം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ആശുപത്രി ഉണ്ടായതുകൊണ്ട് കാര്യമായില്ല. നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണം, ശരീരത്തെ സൂക്ഷിക്കണം, മനസ്സിനെ സൂക്ഷിക്കണം. പൊടുന്നൻ ആളുകൾ മരിക്കുന്ന കാലമാണ്, വല്ലാത്തൊരു സംഗതിയാണ്. എൻ്റെ കാരണം ആർക്കും അറിഞ്ഞൂടാ. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളുണ്ട്, MLA, ചെയർമാനുണ്ട്, നമ്മളൊക്കെ പൊതുപ്രവർത്തകരാണ്. നമ്മളൊക്കെ അതിനെപ്പറ്റി എല്ലാവരും നാട്ടുകാരൊക്കെ നിങ്ങളൊക്കെ പരിചയത്തിലും ബന്ധത്തിലും അടുത്ത കാലത്ത് ചെറുപ്പക്കാർ മരിച്ചതില്ലേ? എനിക്ക് ധാരാളമുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ 3 മരണം വിട്ടു പോയി. 3 വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണ്. മുങ്ങാൻ മാത്രം വെള്ളമില്ല 3 സ്ഥലത്തും. 2 കുളത്തിലാണ്, വലിയ വെള്ളമില്ല, കൂടെ ആളുണ്ട്, മുങ്ങുന്നതിനെ മരിച്ചു. അപ്പം ഞാൻ അത് 3 കൂടി പഠിച്ചു നോക്കുമ്പോൾ ഈ മരണത്തിൽ എന്തോ ദുരൂഹത ഉണ്ട് എന്ന് പണ്ട് പറയാറുണ്ട്. അത് ഏതെങ്കിലും പ്രേതപിശാച് ബാധമൊന്നുമല്ല, ശരീരത്തിൽ എന്തോ സംഭവിക്കുന്ന മാറ്റമാണ്. ഞാൻ ലോക്സഭയിൽ ഈ വിഷയം കൊണ്ടുവന്നിരുന്നു. എന്നെ പല ഡോക്ടർമാരും ഫോൺ ചെയ്തു പറഞ്ഞു, നല്ലൊരു കാര്യമായി സമാധാന സാഹിബ്. വല്ല വാർത്താ പ്രാധാന്യമൊക്കെ വന്നിരുന്നു, ദേശീയ മീഡിയകളിൽ വരെ വന്നിരുന്നു. ഞാൻ പറഞ്ഞു, കേന്ദ്ര ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം, പഠിക്കണം. ഇത് കോവിഡിൻ്റെ ഫലമാണോ, കോവിഡാനന്തര ചികിത്സയാകുന്ന വാക്സിൻ്റെ ഫലമാണോ? ഒക്കെ ചെറുപ്പക്കാരാണ് മരിക്കുന്നത് അധികവും. 70-80 വയസ്സായാൽ
കാര്യമായ കുഴപ്പമൊന്നുമില്ല, ചികിത്സ ഒക്കെ എടുത്താൽ അങ്ങനെ ഒപ്പിച്ച് പോവാം. പക്ഷേ 25, 30, 35, 40, 45 വയസ്സിനിടയിൽ വളരെ സൂക്ഷിക്കണം. പെട്ടെന്ന് മരിച്ചു പോകാനുള്ള സാധ്യത യൂത്തിനിടയിൽ റേറ്റ് ഓഫ് ഡെത്ത് ആരോഗ്യ സംഘടന തന്നെ പറയുന്നത് വളരെ കൂടുതലാണ്. ചെറുപ്പക്കാരെ എണ്ണം കുറയുണ്ട്, അതും ആശങ്കപ്പെടുത്തണം. ഇറ്റലിയിൽ യുവാക്കൾ തീരില്ല എന്നാണ്. കാരണം കല്യാണം വേണ്ട, വിവാഹം വേണ്ട, ആണും പെണ്ണും ഒന്നിച്ച് ജീവിച്ചാൽ മതി. ഇങ്ങോട്ടും അത് കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഇഷ്ടംപോലെ ഒരു ടീച്ചർ പ്രസംഗിക്കുന്ന കേട്ടു ഞാൻ സോഷ്യൽ മീഡിയയിൽ. എൻ്റെ മകൾ പറയുന്നു, എന്തിനാ അമ്മയെ കല്യാണം, ഇപ്പം ഞാൻ സുഖമായിട്ട് നടക്കണം. ഇങ്ങനെയാണ് പുതിയ ചിന്ത. നമ്മുടെ അച്ഛനും അമ്മയും വിവാഹം ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മുടെ ബാപ്പയും അമ്മയും നിക്കാഹ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുണ്ടോ? ഞാനുണ്ടോ? ഈ നിൽക്കുന്ന ഞാൻ, എൻ്റെ അപ്പയും അമ്മയും നിക്കാഹ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരം പോലും എനിക്കില്ലെങ്കിൽ അതിനെ തള്ളിപ്പറയാം, വിവാഹത്തെ തള്ളിപ്പറയാം. ഒന്നിച്ച് ജീവിച്ചാൽ മതി. ലിവിങ് ടുഗെദർ കേട്ടാൽ നല്ല രസമുള്ള മുദ്രാവാക്യം. ഭാര്യ ഭർത്താവ് എന്ന് പറയരുത്, ആൺ സുഹൃത്ത് പെൺ സുഹൃത്ത്. അമ്മ മരിച്ചാൽ ആ വീട്ടിലേക്ക് ഭർത്താവിൻ്റെ കൂടെ ഒരു പെൺ സുഹൃത്ത് കയറി വരും. ആ പെൺ സുഹൃത്ത് ആദ്യം തകർക്കുന്നത് അയാളുടെ ജീവിതത്തെയും അയാളുടെ മക്കളുടെ ജീവിതത്തെയും. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ 1-ാമത്തെ പേജിൽ കുട്ടിയുടെ കത്ത് പ്രസിദ്ധീകരിച്ചു. ഒരു കുട്ടിയുടെ കത്ത്, പിതാവിന് എഴുതി വെച്ച കത്ത്. കുട്ടിയുടെ മാതാവ് മരിച്ചു, ഒരു സുഹൃത്ത് വന്ന് കയറി. ഭാര്യ എന്നല്ല പറയാം, സുഹൃത്ത്. അങ്ങനെയൊക്കെ നിയമത്തിലൊക്കെ അനുവാദമാണ്. സ്വർഗവിവാഹം, മറ്റു പലതും ആഭാസങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്ന കാലമാണ്. അപ്പോഴും മൂല്യബോധം എന്ന ഒന്ന് എക്കാലവും നിലനിൽക്കും. ആരും വിചാരിക്കണ്ട ഇതിലിതൊക്കെ കൂലം കുത്തി ഒഴുകിപ്പോകുന്നു. മനുഷ്യ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള മൂല്യങ്ങളെ തകർക്കാൻ ഒരു സാംസ്കാരിക മൂല്യച്യൂതി കൊണ്ടും സാധിക്കാത്ത വിധം അതിനൊക്കെ ചെറുകെട്ടി നിർത്തേണ്ട ബാധ്യത കൂടി. ആരോഗ്യമുള്ള സമൂഹത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, ഞാൻ ധാർമ്മിക സമൂഹത്തെക്കുറിച്ചല്ല. ഹെൽത്തി സൊസൈറ്റിക്ക് ആദ്യം വേണ്ടത് ഫാമിലിയാണ്, കുടുംബം. ചെന്ന് തല ചായ്ക്കാനുള്ള ഇടമാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പം തോന്നുന്നതാണ് കുടുംബം എന്നൊക്കെ. കുടുംബം ഉണ്ടായാൽ തന്നെ ഒരുപാട് ആരോഗ്യം ഉണ്ടാവും, തലോടാൻ ആളുണ്ടാവും, തലോടിത്തരിക. പിതാവിൻ്റെ കാല് ഉഴിഞ്ഞു കൊടുക്കുന്ന മക്കൾ. ഞാൻ പറയാറുണ്ട്, എൻ്റെ മടിയിൽ എൻ്റെ ഉപ്പാൻ്റെ കാല് വെച്ചിട്ടാണ് ഞാൻ രാത്രി ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നത്. അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയ ഏറ്റവും വലിയ പുണ്യം. അതിങ്ങനെ തലോടി. എൻ്റെ വന്യ പിതാവ് വലിയ പണ്ഡിതനായിരുന്നു, സാത്വികനായിരുന്നു. ഉറക്കം വരുമ്പോഴും ഇങ്ങനെ കാലിങ്ങനെ തടവി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നൊരു സമാധാനം ഉണ്ടായിരുന്നു. ഒക്കെ തച്ച് തകർത്ത് പുതിയൊരു സംഗതി വരികയാണ്. അപ്പോൾ മനുഷ്യന്മാർ ഉറങ്ങാൻ പോണ നേരത്ത് ഹോട്ടലിൽ പോയിട്ട് അത് ദഹനത്തെ ആകെ തകർക്കില്ലേ. ഒരു ഉറുദു കവിയെ ഓർക്കുകയാണ് ഞാൻ. ഗാന്ധിജിയുടെ കാലത്തുള്ള വലിയൊരു കവി ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ കുറിച്ചൊക്കെ ഒരുപാട് കവിത. അദ്ദേഹം പറയുന്നുണ്ട്, മൂപ്പരുടെ പാർപ്പ് ഹോട്ടലിലായിരുന്നു, അതുകൊണ്ട് വീടിൻ്റെ പൂമുഖം കാണാൻ വരാറുണ്ടായിരുന്നില്ല. ഒരാളെക്കുറിച്ച് പറയാണ്, പാർപ്പ് ഹോട്ടലിലായിരുന്നു, എല്ലാ നേരവും അവിടെയാണ് ഭക്ഷണം. വീടിൻ്റെ പൂമുഖം കാണാൻ വരാറുണ്ടായിരുന്നില്ല. മരിക്കാൻ ആശുപത്രിയിലുമെത്തി. അതുകൊണ്ട് ഈ സ്ഥാപനത്തെ അധികം നിങ്ങൾക്ക് ആശ്രയിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ കടന്നു വരാനുള്ള കാരണങ്ങൾ അഷ്റഫ് വളരെ സമ്മാനമായിട്ട് നാട്ടുകാർക്ക് കൊടുത്തതാണെങ്കിലും ഇതിലേക്ക് അധികം വരാൻ നിങ്ങൾ ഇടയാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വരാണെങ്കിൽ ഇതിൻ്റെ മുറ്റത്ത് കാറ്റുകൊള്ളാനോ വൈകുന്നേരം ഇതുപോലുള്ള വല്ല സന്ധ്യകളിലും ഇരുന്ന് സംവദിക്കാനോ, നല്ലൊരു സൗകര്യമുള്ള മുറ്റാണ് ഇവിടെ. വേണമെങ്കിൽ ആളുകൾക്ക് നല്ല ഇതൊക്കെ പറഞ്ഞ് കൂടിയിരുന്ന് പിരിയാനൊക്കെ സാധ്യത ഉള്ളതാണ്. അതുപോലെ വല്ല കുടുംബ ആരോഗ്യ ക്ലാസ്സിൽ പങ്കെടുക്കാനോ, അല്ലാതെ രോഗചികിത്സക്കായിട്ട് അധികം വരാനൊന്നും ഇടവരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കാനും നഗരസഭയെ പ്രത്യേകം അഭിനന്ദിക്കാനും, വളാഞ്ചേരി നഗരസഭയിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തപ്പെട്ടത് വിസ്മയകരമായിട്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ്.
വിസ്മയകരെന്ന് ഞാൻ പറയാം, അതിശയോക്തിയായിട്ട് പറഞ്ഞതല്ല. ഒരിക്കൽ ഞാൻ ഇവിടെ വന്നൊരു പരിപാടി, വീടുകൾക്ക് തിരിക്കുന്ന സ്ത്രീകളെ SSLC-കാരാക്കുന്ന ഒരു പരിപാടിയാണ്. അവർ വീട്ടിൽ പല പിന്തള്ളപ്പെട്ട, ഒരുപക്ഷെ വിധവകളുണ്ടാവും, വിവാഹമോചിതകളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അവരൊക്കെ കൊണ്ടുവന്നിട്ട് പഠിപ്പുള്ളവരാക്കി അവരെ പരീക്ഷ എഴുതിപ്പിച്ച് അവരെ ഡിഗ്രിക്കാരാക്കുന്ന ഒരു പരിപാടി. അതിന് വിസ്മയം എന്നല്ലാതെ എന്താ വിളിക്കേണ്ടത്? ഇതും വിസ്മയമാണ്. ചെയർമാൻ പറഞ്ഞ പോലെ ആയുർവേദം, മോഡേൺ മെഡിസിൻ എന്തായാലും വേണം, അത് അടിസ്ഥാനമാണ്, ഒരു വിട്ടുവീഴ്ചയില്ല. മോഡേൺ മെഡിസിനാണ് നമ്മുടെ ആദ്യത്തെ ആശ്രയ കേന്ദ്രം, അലോപ്പതി എന്ന് പറയപ്പെടുന്ന. പക്ഷെ അതോടൊപ്പം മറ്റു പല കാര്യങ്ങൾക്കും ആയുർവേദം, ഹോമിയോ, സിദ്ധ എല്ലാം വളാഞ്ചേരിയിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഓരോന്നിനും ഓരോ ഇഫക്റ്റാണ്. എല്ലാം വേണം, ഒന്നിനെയും തള്ളി പറയരുത്. എല്ലാം അറിവുകളാണ്, എല്ലാം ശാസ്ത്രങ്ങളാണ്. ചില കാര്യങ്ങൾക്ക് നമ്മൾ ആയുർവേദത്തിൽ പോകും, ഇതൊക്കെ ആയിട്ടും ആൾക്കാർ കോട്ടക്കലേക്കൊക്കെ ഒഴുകുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്. ചിലതിന് ആയുർവേദം നല്ലതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ആരെങ്കിലും പറയുമോ എല്ലാ കാര്യത്തിനും ആയുർവേദത്തിൽ പോകണമെന്ന്? വിഡിത്തം. പെട്ടെന്നൊരു കാർഡിയാക്ക് പ്രോബ്ലം ഉണ്ടായാൽ ആരാ എങ്ങോട്ടാ ഓടുക? അതേമാതിരി ഹോമിയോ ചില അസുഖങ്ങൾക്ക് ഇന്നതെന്ന് ഞാൻ പറയണില്ല. അപ്പോൾ ഈ ടോൺസിലൈറ്റിസ് ഒക്കെ വന്നാൽ പണ്ടൊക്കെ കീറാൻ പറഞ്ഞിരുന്നു. ഹോമിയോയിൽ ചില മരുന്നുകൊണ്ട് പെട്ടെന്ന് മാറും. അതൊരു സയൻസ്, ഒരു ശാസ്ത്രം. എന്നമാതിരി യൂനാനി നല്ലൊരു വൈദ്യശാസ്ത്ര സമ്പ്രദായമാണ്, ഒരുപാട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ്. സിദ്ധ അത് ആയുർവേദത്തോട് ചേർന്ന് വരുന്ന, എന്നാൽ ആയുർവേദമല്ല. ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ച വളരെ പ്രധാനപ്പെട്ട ആയുഷിൻ്റെ പദ്ധതികളിൽ പെട്ടതാണ് സിദ്ധ, യോഗ. ഇതൊക്കെ പെടും, ഇതൊക്കെ വേണം. എല്ലാം ചേർന്ന് പുണർന്നൊഴുകട്ടെ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ കൊണ്ടുവരുന്നതിന്. വളാഞ്ചേരിയിലെ ഈ നല്ല പ്രവർത്തനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും നഗരസഭ ശ്രദ്ധിക്കുന്നുണ്ട്. നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ചെയർപേഴ്സൺമാർ, അംഗങ്ങൾ, കൗൺസിലർമാർ, വൈസ് ചെയർപേഴ്സൺ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. സർക്കാരിൻ്റെ കയ്യിലുള്ള ഭൂമി വിട്ടുകിട്ടിയാൽ ഉടനെ പണി തുടങ്ങുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി നമ്മൾ അടുത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ നൽകിയിട്ടുള്ള ഉറപ്പാണ്. അത് സർക്കാർ ലഭ്യമാക്കണം, അത് സർക്കാർ ലഭ്യമാക്കണം. സംസ്ഥാന സർക്കാർ ആ ഭൂമി കൊടുക്കേണ്ട താമസമേ ഉള്ളൂ. അത് നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ്. ഞാനൊരു യോഗം വിളിച്ചുകൊണ്ടിരുന്നു ചങ്കുവെട്ടി റെസ്റ്റ് ഹൗസിൽ, കളക്ടർ യോഗം വിളിച്ചുകൊണ്ടിരുന്നു കളക്ടറേറ്റിൽ. പിന്നീട് അവസാനമായി അടുത്തും നമ്മൾ അഭിവന്ദനായ MLA, പ്രിയപ്പെട്ട ചെയർമാൻ എല്ലാവരും പങ്കെടുത്തിരുന്നു. സലാം സാഹിബ് ഉണ്ടായിരുന്നു, മറ്റു ഇവിടുത്തെ പ്രതിനിധികൾ, നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. സർക്കാരിൻ്റെ ഭൂമി സംസ്ഥാന സർക്കാർ കൊടുക്കുക, ആ നിമിഷം പണി തുടങ്ങാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഹൈവേ പറഞ്ഞിട്ട് അത് തന്നെയാണ് ഇതിൻ്റെ ഏക പരിഹാരമാർഗം. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ഈ ഒരു കാര്യവും അവഗണിച്ചുകൊണ്ടോ അതിനെ മാറ്റിവെച്ചുകൊണ്ടോ അല്ല. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതെന്താണെങ്കിലും അത് പരിഹരിക്കാൻ ജനങ്ങളോടൊപ്പം സാധ്യമായ എല്ലാ ശ്രമങ്ങളും. ഞാൻ തുടക്കം മുതൽ ആ വിഷയത്തെ പിന്തുടർന്നു പോകുന്ന ഒരാളാണ്. നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, റോഡിൻ്റെ കാര്യം ആദ്യം മുതൽ, അന്ന് മുതലുള്ള പരിഹാരം തന്നെയാണ് ശാശ്വത പരിഹാരം. അതാണ് ഇപ്പോഴും നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് കളക്ടറുടെയും നിർദ്ദേശം. അതുതന്നെയാണ് MLA-മാരെ കൂടി സംയുക്തമായിട്ട് MP-മാരും ഒക്കെ ചേർന്ന കളക്ടറേറ്റിലെ യോഗത്തിൻ്റെ നിർദ്ദേശം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള റവന്യൂ ഭൂമി കൊടുത്ത് അതിൻ്റെ നിർമ്മാണം തുടങ്ങാൻ ഉള്ള ഒരു സാഹചര്യം ഒരുക്കുക. അത് സാധ്യപ്പെടട്ടെ, പെട്ടെന്ന് ആ ഭൂമി കിട്ടട്ടെ, കിട്ടാനുള്ള നടപടിക്രമങ്ങൾ വളരെ പെട്ടെന്ന് പോകട്ടെ. സർക്കാർ അധികൃതർ, സംസ്ഥാന സർക്കാർ അധികൃതർ അത് പെട്ടെന്ന് ത്വരിതപ്പെടുത്തി ഭൂമി നാഷണൽ ഹൈവേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള പണിയാണ്. ജനപ്രതിനിധികൾ അതിന് വേണ്ട ഏലും മാലും കൂട്ടിക്കൊടുക്കുന്നവരാണ്. നമ്മളതിന് തുടക്കം മുതലേ കൂട്ടിക്കൊടുക്കുകയാണ്. ഇപ്പോൾ അവസാനം ഒരു 5-10 ദിവസം മുമ്പ് നമ്മളത് വീണ്ടും യോഗം ചേർന്ന് വീണ്ടും ഊന്നി പറയുകയും അതിനുള്ള നടപടിക്രമങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ കാര്യം എൻ്റെ കൂട്ടത്തിൽ ഓർത്തുനിന്ന് മാത്രം. അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ നമ്മൾ തോളോട് തോൾ ചേർന്ന് നീങ്ങുന്ന ഈ മഹത്തായ വികസന ജനക്ഷേമ പരിപാടികൾ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളാഞ്ചേരി നഗരസഭയുടെ ഈ 5 കൊല്ലത്തെ നല്ലതായ പ്രവർത്തനങ്ങൾ അതിഗംഭീരമായി, വളാഞ്ചേരിയിൽ നടക്കുന്ന പ്രവർത്തനം സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണ് എന്ന് ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധികൃതരുടെ മുമ്പിൽ വെച്ച് പറയാൻ ബഹുമാനപ്പെട്ട DMO, ബഹുമാനപ്പെട്ട ഡോക്ടർമാരൊക്കെ ഇവിടെ ഉണ്ട്. മാതൃകയായിട്ട് പകർത്താൻ നിങ്ങൾക്കൊരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് വേണമെങ്കിൽ വളാഞ്ചേരിയിലേക്ക് വരിക എന്ന് പാലിയേറ്റീവ് യൂണിറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവരോട് പറയാം. എനിക്ക് തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് വരുന്നു.
ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 20 തിങ്കളാഴ്ച രാവിലെ 10-ന് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. പ്രമുഖർ സംബന്ധിക്കുന്ന പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകുന്നതിനും നിങ്ങളെ നേരിൽ കാണാനും നമ്മുടെ സ്വന്തം ഹനാൻ ഷായും വരുന്നു. ഏവർക്കും സ്വാഗതം. നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ, പാൻ ബസാർ, തിരൂർ.